നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി കുണ്ടായിയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. മുസ്ലിം പള്ളി കോമ്പൗണ്ടിലെ വാഴകൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. കേരളത്തിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കനകമല മാർത്തോമ്മ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലെ നോമ്പുകാല തീർത്ഥാടനം മാർച്ച് 2 മുതൽ ഏപ്രിൽ 27 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മറ്റത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ കുട്ടികളുടെ മികവുകൾ ഉൾപ്പെടുത്തി പഠനോത്സവം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പാലപ്പിള്ളി കുണ്ടായിയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. മുസ്ലിം പള്ളി കോമ്പൗണ്ടിലെ വാഴകൃഷിയാണ് നശിപ്പിച്ചത്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിക്ക് സമീപവും കാട്ടാന എത്തിയിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം. പാലപ്പിള്ളി റേഞ്ചിന്റെ പരിധിയിൽപ്പെടുന്ന സ്ഥലമാണിത്. കഴിഞ്ഞ കുറച്ചു ദിവസമായി മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തുന്നുണ്ട്. പാലപ്പിള്ളി പുതുക്കാട് തോട്ടങ്ങളിൽ കാട്ടാനകൾ തമ്പടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. മേഖലയിലെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മലയോര കർഷക സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലത്ത് മോട്ടോർ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. മേത്തല എൽത്തുരുത്ത് സ്വദേശി 20 വയസ്സുള്ള ആദിത്യനാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു അപകടം. ബൈക്കിന്റെ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു ആദിത്യൻ. ഗുരുതരമായി പരിക്കേറ്റ ആദിത്യനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരണം. ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മറ്റത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സർക്കാർ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മോളി തോമസ്, ഷീല വിമനചന്ദ്രൻ, സായു സുരേന്ദ്രൻ, ബിജു, സൂരജ് കുണ്ടിനി, ശാലിനി ജോയ്, നൈജോ ആൻഡോ, ജിജു കീറ്റിക്കൽ എന്നിവർ പ്രസംഗിച്ചു. ഭഗവത് സിംഗ്, ജൈനി സിജോ, LC ഡേവിസ്, സ്മിത ബാബു, തങ്കമണി മോഹനൻ, ബേബി കണ്ണമ്പടത്തി, ജെയ്സൺ കുറുമാപ്പിള്ളി, ഷാജു കാവനാട്, നാസർ പൂനിലത്ത്, ശശി നടപ്പറമ്പൻ, ഫ്രാൻസിസ് ആരോദ, ജോയ് പുരയിടം, സുധീഷ് കടമ്പോട്, ജെയ്സൺ ആഞ്ഞിലി എന്നിവർ നേതൃത്വം നൽകി. അനുദിനം എന്നോണം ഓരോ ദിവസം കഴിയുന്തോറും ഈ സമരം കൂടുതൽ ശക്തിപ്പെടുകയും ബഹുജനങ്ങൾ ഈ സമരം ഏറ്റെടുക്കുകയും കേരളത്തിലെ പൊതുസമൂഹം സ്വന്തം സമരമായി ഈ സമരത്തെ കാണുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. കനകമല മാർത്തോമ്മ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലെ 86ാമത് നോമ്പുകാല തീർത്ഥാടനം മാർച്ച് 2 മുതൽ ഏപ്രിൽ 27 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തീർത്ഥാടന വിളംബരമായി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 തൃശൂർ അതിരൂപതയിലെ ചിറ്റിലപ്പള്ളി സെന്റ് റീത്ത ദേവാലയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദീപശിഖ വൈകിട്ട് 6 കനകമലയിൽ ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഏറ്റുവാങ്ങി ദിവ്യബലി അർപ്പിക്കുന്നതോടെ തീർത്ഥാടനത്തിന് തുടക്കമാകും. 57 ദിവസം നീളുന്ന തീർത്ഥാടന ദിവസങ്ങളിൽ വിശ്വാസികൾക്ക് രാത്രിയും പകലും കുരിശുമുടി കയറാൻ സൌകര്യമുണ്ട്. തീർത്ഥാടകർക്ക് ആവശ്യമായ നേർച്ച ഭക്ഷണം, കുടിവെള്ളം അടക്കമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ, ഇൻഷുറൻസ്, പരിരക്ഷ എന്നിവ ഏർപ്പെടുത്തിയിട്ടുള്ളതായി ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ, ട്രസ്റ്റി ജോജു ചുള്ളി, പബ്ലിസിറ്റി കൺവീനർ ഷോജൻ ഡി വിധേയത്തിൽ എന്നിവർ പങ്കെടുത്തു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ കുട്ടികളുടെ മികവുകൾ ഉൾപ്പെടുത്തി പഠനോത്സവം സംഘടിപ്പിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് അംഗം K വൃന്ദാകുമാരി പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TS മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ T അനിൽകുമാർ, MPTA പ്രസിഡന്റ് നിജി വത്സൻ, PTA വൈസ് പ്രസിഡന്റ് അമ്പിളി ലിജോ, സീനിയർ അസിസ്റ്റന്റ് ടെസ്സി M മൈക്കിൾ, അധ്യാപകരായ ഡിജോ S തറയിൽ, ബിന്ദു G കുട്ടി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ മികവുകളുടെ അവതരണം നടന്നു. കൊണ്ടുപോയി ആ കുളത്തിൽ കൊണ്ടുവിടാം. അവിടെ നിങ്ങൾക്ക് വീട്ടിൽ
ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതി പ്രകാരമുള്ള മുട്ടക്കോഴികളുടെ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സലീഷ് ചെമ്പാറ, ജിഷ ഡേവിസ്, മോഹനൻ തൊഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, വെറ്ററിനറി ഡോക്ടർ സുനിത തോമസ് എന്നിവർ പ്രസംഗിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജൈവമാലിന്യ സംസ്കരണത്തിനായി ബൊക്കാഷി ബക്കറ്റുകൾ വിതരണം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ.ജി. രജീഷ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ എം ഗോപാലൻ, പ്രനില ഗിരീശൻ, കെ.വി. നന്ദകുമാർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് കെ.ജി. രജീഷ്, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ എം ഗോപാലൻ, ബിജി ഡേവിസ്, ഷിനി ജെയ്സൺ, സജനി സന്തോഷ്, നിർവഹണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് സെക്രട്ടറി MA സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം ശനിയാഴ്ച കൊടിയേറും. അന്നേ ദിവസം 4 മണിക്ക് നിർമാല്യ ദർശനം, 4:30 മഹാഗണപതി ഹോമം, പ്രഭാത പൂജ, രാവിലെ 8 മണിക്ക് കൊടിയേറ്റം നടക്കും. തുടർന്ന് വിവിധ ദേശങ്ങളിൽ കൊടിയേറ്റവും ഉണ്ടായിരിക്കും. മാർച്ച് 7-നാണ് പൂരം കാവടി മഹോത്സവം ആഘോഷിക്കുന്നത്. ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ ഏറ്റവും മികച്ച വിദ്യാർത്ഥി സമ്പാദ്യ പദ്ധതിക്കുള്ള അവാർഡ് ആലങ്ങാട് ശങ്കര UP സ്കൂളിന് ലഭിച്ചു. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ചേർത്തതിനും ഏറ്റവും കൂടുതൽ തുക നിക്ഷേപമുള്ളതിലും ജില്ലയിലെ 2ാമത്തെ വിദ്യാലയമായിട്ടാണ് ശങ്കര UP സ്കൂളിനെ തിരഞ്ഞെടുത്തത്. അളഗപ്പ നഗർ APHS സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള സംഘാടക സമിതിയുടെ രൂപീകരണ യോഗം ശനിയാഴ്ച രാവിലെ 9:30 നടക്കും. മാർച്ച് 14-ന് രാവിലെ 10-നാണ് സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച ജെൻഡർ സെമിനാറും കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ കിറ്റ് വിതരണവും നടത്തും. മറ്റത്തൂർ മഹാവിഷ്ണു ക്ഷേത്ര ഹാളിൽ രാവിലെ 10-ന് നടക്കുന്ന ചടങ്ങ് പഞ്ചായത്ത് അംഗം KS ബിജു ഉദ്ഘാടനം ചെയ്യും. ADS പ്രസിഡന്റ് രാജേഷ സജീവൻ അധ്യക്ഷത വഹിക്കും. ബാപ്പുജി കൽക്കുഴി ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച 4:30-ന് കൽക്കുഴി ഗ്രൌണ്ടിൽ ലഹരി വിരുദ്ധ സദസ്സ് നടത്തും. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ഉദ്ഘാടനം ചെയ്യും. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ TK സന്തോഷ് ക്ലാസ് നയിക്കും. 9 ദിവസങ്ങൾക്കു ശേഷം സംസ്ഥാനത്തെ സ്വർണ്ണവില 64,000-ന് താഴെയെത്തി. പവന് 640 രൂപ കുറഞ്ഞ് 1 പവൻ സ്വർണത്തിന്റെ വിപണി വില 63,440 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന് 7,930 രൂപയാണ്. കഴിഞ്ഞ 3 ദിവസമായി സ്വർണ്ണവില താഴേക്കാണ്. 3 ദിവസം കൊണ്ട് കുറഞ്ഞത് 1,160 രൂപയാണ്. 3 ദിവസങ്ങൾക്ക് മുൻപ് സ്വർണ്ണവില റെക്കോർഡ് നിലവാരത്തിലായിരുന്നു. 64,600 എന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിൽ എത്തിയതിനു ശേഷമാണ് വില കുറയാൻ തുടങ്ങിയത്. കേരളത്തിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ തൃശൂർ അടക്കം വിവിധ ജില്ലകളിൽ താപനില ഉയരും. കണ്ണൂർ ജില്ലയിൽ വെള്ളിയാഴ്ച ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കാസർഗോഡ് ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്തി. ശനിയാഴ്ചയും ഇതേ രീതിയിൽ തന്നെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിലും താപനില മുന്നറിയിപ്പുണ്ട്. ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്ന താപനില രേഖപ്പെടുത്തി. ഈ ജില്ലകളിൽ സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഏറെ രുചികരവും ആരോഗ്യകരവുമായ നട്ട്സാണ് പിസ്ത. വൈറ്റമിനുകളായ A, B, C, E, K, കാൽസ്യം, അയൺ, സിങ്ക്, പൊട്ടാസ്യം, ഫൈബർ, പ്രോട്ടീൻ, ആരോഗ്യകരമായ കൊഴുപ്പ് എന്നിവ അടങ്ങിയ നട്ട്സാണ് പിസ്ത. ദിവസവും പ്രാതലിന് പിസ്ത ഉൾപ്പെടുത്തുന്നത് ശരീരത്തിന് വേണ്ട ഊർജം പകരാൻ സഹായിക്കും. റിപ്പോർട്ട് കാണാം. നാരുകളാൽ സമ്പന്നമായ പിസ്ത ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധത്തെ അകറ്റാനും കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. ഫൈബറും പ്രോട്ടീനും അടങ്ങിയ പിസ്ത വിശപ്പ് കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും ഗുണം ചെയ്യും. ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും പിസ്ത കഴിക്കുന്നത് നല്ലതാണ്. കാരണം പിസ്തയ്ക്ക് കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് ഉള്ളത്. പിസ്ത പതിവായി കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. പിസ്ത പതിവായി കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. കണ്ണിന്റെ ആരോഗ്യം നിലനിർത്താനും തലച്ചോറിന്റെ ആരോഗ്യത്തിനും ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ പിസ്ത കഴിക്കുന്നത് നല്ലതാണ്.
ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിൻ ഇയും ധാരാളം അടങ്ങിയ പിസ്ത ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഗുണം ചെയ്യും. കാലാവസ്ഥ. കൂടിയ ചൂട് 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പ് നഗർ ഗ്രാമപഞ്ചായത്തിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഹെൽപ്പർ നിയമനം നടത്തുന്നു. സാനിറ്ററി ഇൻസ്പെക്ടർ ഡിപ്ലോമ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമയാണ് യോഗ്യത. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഫീസിൽ ഹാജരാവുക. വിരമിച്ച ഉദ്യോഗസ്ഥർക്കും പഞ്ചായത്തിലെ സ്ഥിര താമസക്കാർക്കും മുൻഗണനയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9495227586. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി, PMAYG എന്നീ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ട് ജില്ലാ ഓംബുഡ്സ്മാൻ സിറ്റിംഗ് വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തും. ട്രേസ് പദ്ധതിയുടെ ഭാഗമായി ജേർണലിസം ട്രെയിനി ആകുന്നതിന് കേരള മീഡിയ അക്കാദമി അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങളും അപേക്ഷാ ഫോമും www.scdd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷ നേരിട്ടോ തപാൽ മാർഗമോ സമർപ്പിക്കാം. അപേക്ഷകൾ സെക്രട്ടറി, കേരള മീഡിയ അക്കാദമി, സീപോർട്ട് എയർപോർട്ട് റോഡ്, കാക്കനാട്, കൊച്ചി 682030 എന്ന വിലാസത്തിൽ അയക്കണം. ഇതിനകം അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. അവസാന തീയതി മാർച്ച് 3. കൂടുതൽ വിവരങ്ങൾക്ക് 0484222227 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7930 രൂപ, പവന് 63440 രൂപ. വരന്തരപ്പള്ളി കുറുമ്പിലായി ലോനപ്പൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9:30 വരന്തരപ്പള്ളി വിമലഹൃദയ പള്ളിയിൽ. റോസിയാണ് ഭാര്യ. ഷാജു, ഷീജ എന്നിവർ മക്കളും. ലൌലി, പരേതരായ സുനിൽ എന്നിവർ മരുമക്കളുമാണ്. മണ്ണമ്പേട്ട കരുവപ്പടി തൈപ്പറമ്പിൽ കൃഷ്ണൻ ഭാര്യ സുഭദ്ര അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജയ്ശങ്കർ, അശോക് കുമാർ എന്നിവർ മക്കളും. മിനി, സോണി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളി കുണ്ടായിയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. മുസ്ലിം പള്ളി കോമ്പൌണ്ടിലെ വാഴകൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. കേരളത്തിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കനകമല മാർത്തോമ്മ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലെ നോമ്പുകാല തീർത്ഥാടനം മാർച്ച് 2 മുതൽ ഏപ്രിൽ 27 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മറ്റത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ കുട്ടികളുടെ മികവുകൾ ഉൾപ്പെടുത്തി പഠനോത്സവം സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.